ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാച്ചൂസ് വീലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ലൊരു മോരാണ്. അപ്പോൾ മോര് നമുക്ക് കുടിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ചൂട് കാലത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയൊരിതാണ്. നോമ്പ് സമയങ്ങളിൽ നമുക്കിതുപോലെ എരിവൊക്കെ കുറച്ച് തയ്യാറാക്കി കുടിക്കുകയാണെങ്കിൽ നല്ലൊരു ആശ്വാസമായിരിക്കും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും കണ്ടു നോക്കുക, ഇഷ്ടപ്പെടും. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് വേണ്ടത്, ഞാൻ 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി തന്നെ ചേർക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്, കുറച്ച് അളവിലാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു 3 ഗ്ലാസ് അളവിനാണ് കാണിക്കുന്നത്. അപ്പോൾ മുളകിൻ്റെ എരിവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കൂട്ടുകയും ചെയ്യാം. ഇതിപ്പോൾ കറക്റ്റ് അളവിനാണ്. അപ്പോൾ 3 ഗ്ലാസ്സാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ ചേർത്തിട്ട് ഉപ്പ് കൂടി ചേർത്തിട്ട് ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് നല്ല പുളിപ്പുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. 1/2 ഗ്ലാസ് മതിയാകും 3 ഗ്ലാസ് മോര് തയ്യാറാക്കാൻ വേണ്ടി, കൂടുതൽ വേണ്ട. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുത്തിട്ട് കുറച്ചധികം വെള്ളം കൂടി ചേർത്ത് ഒരടിയും കൂടി അടിച്ചെടുത്തതാണ്. ഇത് ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്രയും ഉള്ളിയൊക്കെ ചേർത്ത് തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എല്ലാവർക്കും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് കേട്ടോ, ഉപ്പിൻ്റെ അളവൊക്കെ നോക്കിയതിന് ശേഷം. എന്നിട്ട് നല്ല പച്ച കറിവേപ്പില നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ മാക്സിമം കൈകൊണ്ട് ഇതുപോലെ ഞുറുക്കി ഇട്ട് കൊടുക്കുക, ചെറുതാക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം, അപ്പോൾ ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ പിന്നെ ഭയങ്കര മണമൊക്കെ ആയിരിക്കും, പിന്നെ ഇല അരിഞ്ഞ് കളറും വേറെ ആയിരിക്കും. പക്ഷേ ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുക, അപ്പോൾ നല്ലൊരു മണമൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അരിക്കണമെങ്കിൽ മാത്രം അരിച്ചാൽ മതി കേട്ടോ. ഉള്ളിയൊക്കെ ഞാൻ എന്തായാലും അരിച്ചാണ് എടുത്തിരിക്കുന്നത്, ഇഞ്ചിയുടെ നാരൊക്കെ വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ ഗ്ലാസ്സുകളിലാക്കി നമുക്ക് കുടിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ ചെറിയ റെസിപ്പീസ് ഒത്തിരി ഇട്ടിട്ടുണ്ട്, കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കമൻറ്റിലൂടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും. കമൻറ്റ് ചെയ്യുക എന്ത് അഭിപ്രായമായിരുന്നാലും നിങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.